പക്ഷെ തിരുമേനി, വഴിപാട് നടത്തേണ്ട ആളുടെ പേരും നാളും എനിക്ക് അറിയാത്തതുകൊണ്ടൊന്നുമല്ല. അതിനെക്കുറിച്ച് ഞാനൊന്നും തിരുമേനിയോട് പറയുന്നില്ല. അയാളുടെ പേരും നാളും പറഞ്ഞു തന്നെ തിരുമേനി പൂജ ചെയ്താൽ മതി. അങ്ങനെ ആവാം. പേരും നാളും പറഞ്ഞോളൂ. ശരി. ദേവി, മാഡം, മാഡത്തിന്റെ കണ്ണൊക്കെ നിറഞ്ഞിട്ടുണ്ടല്ലോ. നന്ദികേശനോട് സംസാരിക്കുമ്പോ ഞാൻ അങ്ങനെയാ, അറിയാതെ കണ്ണുകൾ നിറയും. മാഡം നന്ദികേശനോട് സംസാരിക്കായിരുന്നോ? ആ, അതെന്റെ പതിവാ. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലും ആഗ്രഹങ്ങളുണ്ടെങ്കിലും അതെല്ലാം ഞാൻ നന്ദികേശനോട് പറയും. വർഷങ്ങളായി ഞാൻ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരു ഭാരം, അതെനിക്ക് എവിടെയെങ്കിലും ഒന്ന് ഇറക്കി വെക്കണ്ടേ? നന്ദികേശനോട് പറഞ്ഞപ്പോ എന്തൊരു സമാധാനാണെന്നോ. മാഡത്തിന്റെ മനസ്സില് എന്തോ വലിയ സങ്കടമുണ്ട്. മാഡത്തിന്റെ സംസാരം കേട്ടാൽ അതറിയാം. മാഡം അത് നന്ദികേശനോട് പറഞ്ഞില്ലേ? നന്ദികേശനത് ശിവഭഗവാനോട് പറയും. ശിവഭഗവാൻ ആ സങ്കടം തീർത്തു തരുകയും ചെയ്യും. നന്ദികേശൻ പറഞ്ഞ ശിവഭഗവാൻ തള്ളിക്കളയില്ലല്ലോ. എന്റെ സങ്കടങ്ങൾ തീർത്തു തരൂന്ന് തന്നെ എന്റെ പ്രതീക്ഷ. അതുപോലെ പാർവതിയുടെ മനസ്സിലും ഇല്ലേ കുറെ സങ്കടങ്ങൾ. പാർവതി അത്